എൻ്റെ പേര് സിന്ധു ഫ്രാൻസിസ്. ഇതെൻ്റെ മകൻ സാൻ ഫ്രാൻസിസ്. ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ എണ്ണപ്പാറ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തിരുന്നു. അതെനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഉടമ്പടി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ അച്ഛൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ ഞാനത് എപ്പോഴും സ്കിപ്പ് ചെയ്ത് പോകുമായിരുന്നു. അതിനുശേഷം എനിക്ക് എപ്പോഴും ഒരു പ്രാവശ്യം എൻ്റെ കൈ തട്ടി ഞാൻ അച്ഛൻ്റെ ക്ലാസ് കേൾക്കാനിടയായി. അപ്പോൾ ഉടമ്പടി എടുത്ത് ഉഴപ്പിപ്പോയവരെ കുറിച്ചായിരുന്നു അച്ഛൻ്റെ സാക്ഷ്യം അച്ഛൻ ടോക്ക് ചെയ്തിരുന്നത്. ഞാനത് കേട്ടപ്പോൾ അത് എനിക്ക് വേണ്ടി തന്നെയാണ് അച്ഛൻ പറയുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ വീണ്ടും ഉടമ്പടിയിൽ തന്നെ ജീവിക്കാമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും രോഗി സന്ദർശനത്തിന് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു ഭക്ഷണം കഴിക്കുവാനോ എനിക്ക് ഭയങ്കര ഗ്യാസായിരുന്നു എൻ്റെ വയറിലെല്ലാം. അങ്ങനെ എനിക്ക് പെട്ടെന്ന് തന്നെ അമ്മ അതെനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. എൻ്റെ വലത് കൈയിൽ തള്ളവിരലൊരു കുഴിനകം ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കരമായ പ്രശ്നമായിരുന്നു. എനിക്ക് വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. അത് എനിക്ക് അമ്മ മാതാവ് മാറ്റിത്തന്നു. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് എൻ്റെ നിയോഗത്തിൽ വെച്ചത് എനിക്ക് ഈശോയെയും അമ്മയെയും കാണണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാനൊരു ദിവസം എൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ എപ്പോഴും കയ്യിൽ പിടിച്ചായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൊന്ത വൈബ്രേറ്റ് അടിക്കുകയും ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ റൂമിലാകെ പ്രകാശവും ഞാൻ ആദ്യം അമ്മയും ഉണ്ണീശോയും വന്നു. അതിനുശേഷം ഈശോ മുൾമുടി ധരിച്ചു വന്നു. അതിനുശേഷം കുറേ വിശുദ്ധന്മാർ വന്നു. അങ്ങനെ എനിക്കങ്ങനെ കാണാൻ സാധിച്ചു. അതിനുശേഷം എല്ലാ ദിവസവും ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മെഴുകുതിരിയിൽ ഹൃദയവും ഈശോയും കുരിശും ഒക്കെ രൂപപ്പെടുന്നു. 8-9 മാസമായിട്ട് എന്നും മുടങ്ങാതെ അത് എന്നും മെഴുകുതിരിയിൽ വരുന്നുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മെഴുകുതിരി കത്തിക്കുമ്പോൾ തന്നെ 10 മിനിറ്റ് നേരം എനിക്ക് ചുറ്റും എന്നും സുഗന്ധാഭിഷേകം ഉണ്ടാകുമായിരുന്നു. ഞാൻ എൻ്റെ നിയോഗം ഒന്നും എഴുതാറില്ല. ഞാൻ മറ്റുള്ളവരുടെ നിയോഗമാണ് കൂടുതൽ എഴുതാറ്. ഞാൻ എഴുതുന്നത്, അമ്മേ മാതാവേ, പരിശുദ്ധാത്മാവ് വന്ന് നിറയണമേ, അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്നാണ് ഞാൻ എപ്പോഴും നിയോഗം എഴുതി വയ്ക്കാറ്. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കങ്ങനെ വലിയ ടെൻഷനുകളൊന്നുമില്ല. എനിക്ക് 25 വർഷമായിട്ട് എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് എല്ലാ ദിവസവും തന്നെ തലവേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തലവേദന മാസത്തിലൊന്ന് വരുമെങ്കിലും ഞാനങ്ങനെ ഗുളികയൊന്നും കഴിക്കാറില്ല. എൻ്റെ കയ്യിൽ ഒരു 8 വർഷമായിട്ട് ഒരു മുഴയുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ കയ്യിൽ നിന്ന് ആ മുഴ മാറി. അടുത്തതായിട്ട് എൻ്റെ മകൻ്റെ കാര്യമാണ്. എൻ്റെ മകന് കഴിഞ്ഞ വർഷം അവന് മിന്നലടിച്ചപ്പോൾ അവൻ്റെ കാല് രണ്ടും തളർന്നു പോയി. ഞാൻ ആ സമയത്ത് തന്നെ അവന് ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും ഉപ്പ് അവൻ്റെ വായിലിട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ആശുപത്രിയിൽ എത്തുന്നോടം വരെ ഞാനത് ചെയ്തു. അങ്ങനെ അവന് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് അമ്മ മാതാവ് തിരിച്ചു തന്നു. പിന്നെ അവന് 10ാം ക്ലാസ്സിൽ അവന് മാത്സ് ഭയങ്കര ടഫായിരുന്നു. അവൻ്റെ ടീച്ചർ പറയുമായിരുന്നു മാത്സിന് വീക്കവാക്കിയെല്ലാം ഇത് ശരിയാവുമെങ്കിലും. അപ്പോൾ ഞാൻ എന്നും രാവിലെ അവൻ്റെ തലയിൽ അവൻ്റെ നെറ്റിയിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുമായിരുന്നു, അമ്മേ മാതാവേ, അവൻ്റെ മെറിറ്റല്ല, അമ്മയുടെ ഗ്രേസ് വേണം അവന് എന്നും ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അവന് ഫുൾ A+ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്തൊരു സ്നേഹാലയം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടെ പോയി ശുശ്രൂഷ ചെയ്യും. പിന്നെ എല്ലാ ഗവൺമെൻറ് ആശുപത്രികളിൽ പോയി പത്രം കൊടുക്കുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത്, നിങ്ങളുടെ സൗഖ്യത്തിനേക്കാളുപരി നിങ്ങൾ ജീവിതം വിശുദ്ധീകരിച്ച് നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂടെ എന്തായാലും ദൈവം ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് നിത്യത നോക്കി ജീവിക്കുക എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും എൻ്റെ കാര്യങ്ങൾ വിശുദ്ധീകരിച്ച് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ കഴിയുന്ന പോലെ എൻ്റെ കയ്യിലുള്ള പൈസ എല്ലാം അവർക്ക് കൊടുക്കുകയും ചെയ്യും. ഇത്രയും തന്ന അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 7-ാം തിരുവചനം. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എൻ്റെ കൽപ്പനകളിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു, അവ അനുഷ്ഠിച്ചില്ല. നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവിൻ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാം. സിന്ധു ഫ്രാൻസിസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതം ആദ്യം ഒന്നിടയ്ക്ക് മുടങ്ങിപ്പോയതും ഉടമ്പടി ജീവിതത്തിൽ നിന്ന് മാറിപ്പോയതും പിന്നീട് അമ്മയുടെ അരികിലേക്ക് മടങ്ങിയെത്തിയതും
അതിലൂടെ ലഭിച്ച നന്മകളെയുമാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ നാം എടുക്കുന്ന ഉടമ്പടി അത് കേവലം 90 ദിവസത്തേക്കോ ഏതെങ്കിലും ഒരു കാര്യം സാധിക്കുന്നതിന് വേണ്ടിയോ മാത്രമുള്ളതല്ല. നമ്മൾ അത് ശരിക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ആ ഒരു 90 ദിവസത്തെ എണ്ണം പറഞ്ഞുകൊണ്ട് ഉടമ്പടിയുടെ ആദ്യത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. നമ്മൾ ആ ഉടമ്പടി ജീവിതത്തോട് സംവേദിച്ചു തുടങ്ങുമ്പോൾ, സംസാരിച്ചു തുടങ്ങുമ്പോൾ, ഉടമ്പടിയാണ് ജീവിതമെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നാം പിന്നെ അത് ഉപേക്ഷിച്ചു പോവില്ല. നാം അത് കൂടുതൽ ആഗ്രഹത്തോടു കൂടി ജീവിച്ചു പോകുവാനാണ് ശ്രദ്ധിക്കുക. ഉടമ്പടിയെ ചിലരെങ്കിലും ഉപേക്ഷിക്കുന്നതിന് കാരണം ഒന്ന്, ഞാൻ എഴുതിയിട്ട നിയോഗങ്ങൾ സാധിക്കുന്നില്ല എന്ന സങ്കടവും നിരാശയും കൊണ്ടാണ്. അവിടെ പ്രശ്നം നമ്മളാണ് ദൈവത്തിന് സമയം കൽപ്പിക്കുന്നത്. നാം ഒരു വിഷയം എഴുതിയിട്ടിട്ടുണ്ട്, ഇന്ന കാര്യത്തിന് വേണ്ടി ഉടമ്പടി എടുത്തു, നമ്മൾ തന്നെ ദൈവത്തിന് സമയം കൊടുത്തിരിക്കുകയാണ്. ഇത്ര ദിവസത്തിനുള്ളിൽ ഈ കാര്യം എനിക്ക് നടന്നു കിട്ടണം. ദൈവത്തിൻ്റെ സമയത്തിന് നമുക്ക് അനുവദിച്ച് കിട്ടുക എന്നതിന് പകരം നമ്മുടെ സമയത്തിന് ദൈവം പ്രവർത്തിക്കുക എന്ന ഒരു ഗൗരവമുള്ള മടയത്തരം പലരും ഉടമ്പടിയിൽ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1-2 തവണ പുതുക്കി നിയോഗം സാധിക്കാതെ വരുമ്പോൾ ഉടമ്പടിയിൽ നിന്ന് ചിലർ മടങ്ങിപ്പോകുന്നത്, പിൻവാങ്ങുന്നത് നമ്മൾ കാണുക. അത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ സമയം അനുവദിച്ചു കൊടുക്കുക എന്നതാണ് എളിമയുള്ള, ദൈവസ്നേഹമുള്ള ഏതൊരു പൈതലും ജീവിതത്തിലെടുക്കേണ്ട അടിസ്ഥാന നിലപാട്. രണ്ടാമത്തത്, ഉടമ്പടിയിൽ ചിലർ മടങ്ങിപ്പോവുക, എഴുതിയിട്ട കാര്യങ്ങൾ സാധിച്ചു, അതുകൊണ്ട് അതിനുവേണ്ടിയാണ് വന്നത്, ഇനി ഉടമ്പടിയുടെ ആവശ്യമില്ല. ഇത് ഒരു ലാഭം കൊതിയൻ്റെ മനസ്സാണുള്ളത്. ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഉടമ്പടിയെ ദുരുപയോഗിക്കുന്നതാണ് നാം അവിടെ കാണുന്നത്. മറിച്ച് ദൈവത്തോടുള്ള വിശ്വസ്തതയുള്ള ബന്ധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നവീകരിക്കുവാനും വിശുദ്ധീകരിക്കുവാനുമുള്ള ഉടമ്പടിയുടെ മർമ്മപ്രധാനമായ കാര്യത്തിൽ നിന്ന് ജീവിതത്തെ മാറ്റുകയും കേവല ഭൗതിക ആവശ്യങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഉടമ്പടിയെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് ദോഷകരമാണ്. കാരണം നമുക്ക് ആത്യന്തികമായി ഉടമ്പടിയിലൂടെ നാം നേടേണ്ടത് ദൈവത്തെ തന്നെയാണ്. ദൈവത്തിൻ്റെ മകളാണ്. ആ പിതാവിൻ്റെ സ്നേഹം, പുത്രൻ കൈമാറുന്ന രക്ഷ, പരിശുദ്ധാത്മാവ് നൽകുന്ന വിശുദ്ധീകരണവും നവീകരണവും, അതിൻ്റെ സന്തോഷത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനുള്ള കൃപ നേടുന്നില്ലെങ്കിൽ ഉടമ്പടിയിൽ ബാക്കി എന്തൊക്കെ നേടിയാലും നമുക്കത് നിലനിൽക്കുകയില്ല. ഇനി ഉടമ്പടിയിൽ നിന്ന് പിൻവാങ്ങുന്നവർക്കുണ്ടാവുന്ന 2 മനസ്സുണ്ട്. അതിലാദ്യത്തത് ഭയത്തിൻ്റെതാണ്. കാരണം ഇതെപ്പോഴും ഇനി പ്രശ്നത്തിൻ്റെതായിരിക്കും. അതുകൊണ്ട് അതൊരു ഭയമുള്ളത് കൊണ്ട് ആ ബന്ധത്തിലേക്ക്, ആ മുടങ്ങിപ്പോയ ബന്ധത്തിലേക്ക് തിരികെ വരുവാൻ മടിച്ചു നിൽക്കുക. രണ്ടാമത്തത് സ്നേഹത്തിൻ്റെതാണ്. ഞാൻ ഇത്രയ്ക്കേ ഉള്ളൂവെന്ന് എൻ്റെ ഈശോയ്ക്ക് അറിയാമല്ലോ, എൻ്റെ അമ്മ മാതാവിന് അറിയാമല്ലോ. അതുകൊണ്ട് എൻ്റെ അമ്മ മാതാവ് എൻ്റെ വീഴ്ചകളെ ക്ഷമിക്കുകയും എന്നെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് നയിക്കുകയും ചെയ്യും. നമുക്കിതാണ് വേണ്ടത്. നാം വേദപാഠ ക്ലാസ്സുകളിൽ പൂർണ്ണ മനസ്താപം, അപൂർണ മനസ്താപം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. പൂർണ്ണ മനസ്താപം ദൈവസ്നേഹത്തെ പ്രതിയുള്ള അനുതാപമാണ്. അപൂർണ മനസ്താപം ദൈവം നമ്മളെ ശിക്ഷിക്കും, അത് ഭയമുള്ളത് കൊണ്ട് നാം നേരെ നടക്കാൻ തീരുമാനിക്കുന്നതാണ്. നാം ഏറ്റവും ജീവിതത്തിന് ഗുണകരമായിട്ടുള്ളത് ദൈവം സ്നേഹിക്കുന്നു. മക്കളെ എത്ര കണ്ട് മാതാപിതാക്കൾ സ്നേഹിക്കുന്നുവോ അതിലേറെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഞാനിത്തിരി ഇടറി വീണാലും അകന്നു മാറിയാലും അല്പകാലം മൗനമായി ഞാൻ ദൈവത്തോട് സംസാരിക്കുന്നില്ലെങ്കിലും ദൈവം എന്നെ എന്നേക്കുമായി തള്ളിക്കളയില്ല. ഞാൻ ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ 1000 ചുവട് എൻ്റെ അടിയിലേക്ക് വെച്ച് എൻ്റെ ജീവിതത്തെ വീണ്ടും എടുത്തുയർത്തും. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ നമ്മൾ അത് തന്നെയാണ് കാണുന്നത്. ഒന്ന് മനസ്സ് ദൈവത്തിന് കൊടുത്താൽ ദൈവം ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കും, പുതുതായി നവീകരിക്കും. പ്രിയമുള്ളവരെ, ഈ അമ്മയുടെ സാക്ഷ്യത്തിൽ അമ്മ എളിമയോടുകൂടി ഏറ്റുപറയുന്നുണ്ട്, ഉടമ്പടി മുടങ്ങിയതിന് ശേഷം എനിക്ക് പേടിയായിരുന്നു. ഞാൻ പിന്നെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകാൻ ഞാനത് പറ്റുന്നില്ലായിരുന്നു.
ഇടയ്ക്കൊക്കെ അച്ഛൻ്റെ ധ്യാനങ്ങൾ വരുന്നു, സാക്ഷ്യങ്ങൾ വരുന്നു. ഞാനത് കൈതൊടാതിരിക്കാൻ വേണ്ടി ഞാൻ സൂക്ഷിച്ചിരുന്നു. എങ്ങനെയെങ്കിലും മാറിപ്പോകാൻ വേണ്ടി ഞാനത് നോക്കിയിരുന്നു. പിന്നീട് ഒരു ധ്യാനം അവിചാരിതമായി വരികയും അതിൽ അച്ഛൻ ഉടമ്പടി മുടങ്ങിപ്പോയവരെക്കുറിച്ചും അവരുടെ തിരിച്ചുവരവിനെക്കുറിച്ചും സംസാരിച്ചപ്പോഴാണ് അതൊരു പരിശുദ്ധാത്മ അഭിഷേകമാണ്. എന്നെ സ്പർശിച്ചു. എന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എത്രയും വേഗം അമ്മയുടെ അരികിലേക്ക് ഞാൻ മടങ്ങി വരണമെന്ന് എനിക്കത് പ്രചോദനമായി. ഞാൻ ഉടമ്പടി പുതുക്കി. എൻ്റെ ജീവിതത്തിൽ ഓരോ അനുഗ്രഹങ്ങളും അമ്മ മാതാവ് നൽകിക്കൊണ്ടിരുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഇടയ്ക്കൊന്ന് ഉടമ്പടി മുടങ്ങിയാൽ നാം എത്ര കണ്ട് വേഗതയിൽ അമ്മയുടെ അരികിലേക്കെത്തി നമ്മളെ അമ്മയുടെ കൺവെട്ടത്ത് ഈശോയുടെ കരവലയത്തിൽ സമർപ്പിക്കുന്നുവോ, അത് വലിയ സംരക്ഷണം, ജീവിതത്തിൽ വലിയ അനുഗ്രഹവും പ്രതീക്ഷയും കൈമാറിക്കൊണ്ടിരിക്കും. പോയ കാലത്തെക്കുറിച്ചുള്ള സങ്കടങ്ങളല്ല, വരുംകാലത്തേക്ക് വേണ്ടിയുള്ള ദൈവാനുഗ്രഹത്തിനാണ് എന്നും ഉടമ്പടിയിൽ നമ്മൾ പ്രതീക്ഷ വയ്ക്കേണ്ടത്. അമ്മ മാതാവ് കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. അമ്മയുടെ അരികിൽ നമുക്ക് തിഷ്ഠതയുള്ള മനസ്സോടുകൂടി മടങ്ങി വന്ന് നമ്മുടെ ഉടമ്പടിയെ നമുക്ക് കൂടുതൽ ജ്വലിക്കുന്നതാക്കാം, ജീവനുള്ളതാക്കാം. അതിന് ഈ സാക്ഷ്യം നമ്മളെ ഉപകരിക്കട്ടെ. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.